കരിയറിലെ ആദ്യത്തെ UCL ഫൈനൽ. എതിരെ നിൽക്കുന്നത് ഡിസേബി, ബസ്റ്റോണി, ഡിമാർക്കോ പോലുള്ള കരുത്തരായ ഡിഫൻഡർമാർ. പക്ഷേ ആ 19 വയസ്സുകാരൻ പതറിയില്ല. തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനത്തോടെ 2 ഗോളുകളും 1 അസിസ്റ്റുമായി അയാൾ PSG UEFA ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യന്മാരാക്കി. ഈ 19 വയസ്സുകാരന്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര പ്രായമായതുപോലെ തോന്നുന്നു. ഗോളടി വീരനായ എർലിംഗ് ഹാലണ്ട് UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കണ്ടുകൊണ്ടിരിക്കെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച വാക്കുകളാണ്. ആരാണ് ഈ 19 വയസ്സുകാരൻ? ദെസിറെ ദുവെ, അതാണ് അവന്റെ പേര്. ഫ്രഞ്ച് ഇന്റർനാഷണൽ. തന്റെ 5-ാം വയസ്സിൽ റൺസിന്റെ യൂത്ത് അക്കാദമിയിലാണ് ദുവെ കളി പഠിച്ചു തുടങ്ങിയത്. പിന്നീടുള്ള 17 വർഷം റൺസിന്റെ അക്കാദമിയിൽ അവൻ തന്റെ കളിയെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ഫ്രഞ്ച് അണ്ടർ-19, അണ്ടർ-17 ടീമുകൾക്ക് വേണ്ടി കളിച്ച ദുവെ 2022 ഏപ്രിൽ 14 തന്റെ ആദ്യ പ്രൊഫഷണൽ കോൺട്രാക്ട് ഒപ്പിട്ടു. 2022 മുതൽ 24 വരെ റൺസിന്റെ ദേശീയ ടീമിൽ. റൺസിലെ അതിഗംഭീര പ്രകടനം ലോകത്തിലെ മറ്റു പല ക്ലബ്ബുകളുടെയും നോട്ടം ദുവയിലേക്ക് എത്തിച്ചു. ബയേൺ മ്യൂണിക്കാണ് ആദ്യം താരത്തിനായി വലവിരിച്ചത്. പക്ഷേ 50 മില്യൺ യൂറോ എന്ന റെക്കോർഡ് തുകയ്ക്ക് PSG ബയേണിന് നൽകാതെ ദുവയെ റാഞ്ചി. 2024 ഓഗസ്റ്റ് 23 മോണ്ടർപില്ലർ PSG മത്സരം. അന്ന് 60ാമത്തെ മിനിറ്റിൽ പകരക്കാരനായി ദുവെ കളത്തിലേക്ക്. അന്ന് ദുവയുടെ പ്രകടനം കണ്ടവരെല്ലാം ഇതിലൊരു നെയ്മർ ടച്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. താമസിയാതെ നെയ്മർ ദുവെ കമ്പാരിസണും ഫുട്ബോൾ ലോകം ആരംഭിച്ചു. അങ്ങനെ കമ്പയർ ചെയ്യുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചെക്കന്റെ ഐഡൽ തന്നെ സാക്ഷാൽ നെയ്മർ ജൂനിയർ ആയിരുന്നു. PSG കോച്ച് ലൂയിസ് എൻറിക്കയുടെ കീഴിൽ ദുവയുടെ പ്രകടനത്തിന്റെ മാറ്റുകൂടി. വലത് സൈഡിലും ഇടത് സൈഡിലും നമ്പർ 9 പൊസിഷനിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലും ക്രിയേറ്റീവ് പ്ലേ മേക്കറുടെ റോളിലും ഒരേപോലെ ഈ 19കാരൻ തിളങ്ങി. അയാളുടെ പ്രകടനത്തിന്റെ എക്സ്ട്രീം ലോകം കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2024 ഡിസംബർ 10 RB സാൽസ്ബർഗിനെതിരെ തന്റെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് ഗോൾ. ഇത് പിന്നീട് വരാനുള്ള ഒരു യുഗത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. സാൽസ്ബർഗിനെതിരെ ഗോളടിച്ചു തുടങ്ങിയ ദുവെ ആ ഗോളടി അവസാനിപ്പിച്ചത് തന്റെ ടീമിനെ കപ്പിലേക്ക് എത്തിച്ചതിന് ശേഷമായിരുന്നു. ഫൈനലിലെ ഈ പ്രകടനം കൊണ്ട് തന്നെ മാൻ ഓഫ് ദ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. PSG-യെയും ഫ്രഞ്ച് നാഷണൽ ഫുട്ബോളിനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ളത് ഒരു സൂപ്പർ താരമാണ്. അതിന്റെ മാറ്റ് കെടാതെ നോക്കേണ്ടതും അവർ തന്നെയാണ്.